ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭർത്താവ് എന്ന് പറഞ്ഞു കൂടെ നടക്കാൻ നിന്നെ പോലൊരു ഗതി കേട്ടവന്റെ ആവശ്യം എനിക്കില്ല. ഓ, നിനക്കേ ദുഃഖിക്കേണ്ടി വരും. ഓ, ഞാൻ അങ്ങ് സഹിച്ചോളാം. പോ എന്റെ മുന്നിന്ന്. കാണിച്ചു തരാവടി. ജഗന് ഭാവിയിൽ മൃത്യുദോഷം ഉണ്ടായി എന്നിരിക്കട്ടെ. അന്ന് മരണം തൊട്ടു മുന്നിൽ വന്നാലും ആപത്തൊന്നും സംഭവിക്കാതെ മാറിപ്പോവും. അത് ഞാൻ ഇപ്പൊ നടത്തിയ വഴിപാടിന്റെ ശക്തി കൊണ്ടായിരിക്കും. മനസ്സിലായോ? ക്ഷേത്രക്കിണറ്റിൽ നിന്ന് കോരിയെടുത്ത 101 കുടം വെള്ളോ ശ്രീകോവിൽ എത്തിച്ചത് ശിവധാര നടത്താൻ. അതിൽ സംതൃപ്തനായ ശിവഭഗവാനുണ്ടല്ലോ, ജഗനെ എല്ലാ ആപത്തൊന്നും രക്ഷിച്ചോളും. ആർക്കെങ്കിലും മരണത്തിന് സമയമായ മരിച്ചല്ലേ പറ്റൂ. അപ്പൊ പിന്നെ ശിവഭഗവാനെ രക്ഷിക്കാൻ പറ്റുമോ? കഴിയും. മാർക്കണ്ഡേയന്റെ കഥ കേട്ടിട്ടില്ലേ? ഇല്ല. മഹാശിവഭക്തനായിരുന്ന മാർക്കണ്ഡേയന് 16 വയസ്സ് വരെ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 16-ാം വയസ്സിൽ ആയുസ് എടുക്കരുതെന്ന് മാർക്കണ്ഡേയൻ ശിവഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ വയസ്സ് 16 ആയപ്പോ കാലൻ മാർക്കണ്ഡേയന്റെ ആയുസ് എടുക്കാനെത്തി. അവിടെ ശിവനും പ്രത്യക്ഷപ്പെട്ടു. തന്റെ ഭക്തനായ മാർക്കണ്ഡേയന്റെ ആയുസ് എടുക്കാതെ തിരിച്ചു പോകാൻ ശിവൻ കാലനോട് ആജ്ഞാപിച്ചു. കാലാവധി എത്തിയാൽ ആയുസ് എടുക്കേണ്ടത് തന്റെ കർത്തവ്യമാണെന്നും മാർക്കണ്ഡേയന്റെ ആയുസ്സും കൊണ്ടേ പോകൂ എന്നും കാലന് ശടിച്ചു. തർക്കവും വഴക്കും മൂത്തു. ഒടുവിൽ കോപിഷ്ഠനായ ശിവൻ 3-ാം കണ്ണ് തുറന്ന് കാലനെ ചുട്ടെരിച്ചു. മാർക്കണ്ഡേയന്റെ ആയുസ് നീട്ടിക്കിട്ടി. അറിയാം വന്ദന, ആ കഥ വെച്ചാണ് കുഞ്ചൻ നമ്പ്യാര് കാലനില്ലാത്ത കാലം എന്ന തുള്ളൽ പാട്ട് എഴുതിയത്. അതെ. ആ തുള്ളൽ പാട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ അത് വെച്ച് ഓട്ടം തുള്ളലും കളിച്ച് ഫസ്റ്റും വാങ്ങിയിട്ടുണ്ട്. കണ്ണിലെ പോളകൾ കൂടി നരച്ചുള്ള നരന്മാർക്കങ് എണ്ണമില്ലീ വണ്ണമുള്ള പെണ്ണുങ്ങൾക്കുമില്ല എണ്ണം. എങ്ങനെയുണ്ട്? ഓട്ടം തുള്ളലൊന്നും വേണ്ടേ, ഉള്ളതേ സഹിക്കാൻ വയ്യ. ഭർത്താവിന്റെ ജീവന് വേണ്ടി ശിവന് ധാര നടത്തിയ ഭാര്യ. അതുകൊണ്ട് ഭാവിയില് ജഗന് പെട്ടെന്നൊന്നും മരണം സംഭവിക്കാൻ ശിവഭഗവാൻ അനുവദിക്കില്ല അല്ലേ? ശരി, സമ്മതിച്ചിരിക്കുന്നു. വന്ദനം നടത്തിയ വഴിപാടുകളൊക്കെ അബദ്ധമായി പോയെന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങ് പിൻവലിച്ചിരിക്കുന്നു. അതെ, ജഗന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണ് ഞാൻ. തൊട്ടു പോരുത്. എന്റെ അടുത്ത് വരാനോ നോക്കാനോ മിണ്ടാനോ പാടില്ല. എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ, പൊക്കോണ എന്റെ മുന്നിന്ന്. വന്ദനെ, നിന്റെ കഴുത്തിൽ താലി കിട്ടിയ ഭർത്താവാണ് ഞാൻ. എന്തിനാ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? പൊക്കോ. ക്രൂരമാണ് നിന്റെ ഈ തരം താഴ്ത്തല്. തല വണങ്ങി നിന്ന് വല്ലാതെ മടുത്തു എനിക്ക്. ഇനിയും ഇത് തുടർന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വേർപെടുത്തേണ്ടി വരും. വേർപെടുത്തിക്കോ. ഭർത്താവ് എന്ന് പറഞ്ഞു കൂടെ നടക്കാൻ നിന്നെ പോലൊരു ഗതി കേട്ടവന്റെ ആവശ്യം എനിക്കില്ല. ഓ, നിനക്കേ ദുഃഖിക്കേണ്ടി വരും. ഓ, ഞാൻ അങ്ങ് സഹിച്ചോളാം. പോ എന്റെ മുന്നിന്ന്. കാണിച്ചു തരാവടി.
ഒന്നിച്ചു പിരിയുന്ന എല്ലാ ലക്ഷണവും ഒത്തു വരുന്നുണ്ട് അപ്പച്ചി. ആനന്ദവല്ലി തീ കൊളുത്തു വിട്ടിരിക്കുന്ന ബോംബാടി. സമയമാകുമ്പോ പൊട്ടുക തന്നെ ചെയ്യും. വാ. ഏറ്റു എത്ര നേരമായിട്ട് കാത്തിരിക്കുന്ന, വരാമെന്ന് പറഞ്ഞ സമയവും കഴിഞ്ഞു. ഇനി വരില്ലേ? പണ്ട് കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോ എന്നെ കാത്തു നിൽക്കാറുള്ള ഒരു പൊടിമീശക്കാരനുണ്ടായിരുന്നു. അയാളെ വീണ്ടും കാണുന്നത് പോലെയുണ്ട്. അന്ന് ചന്ദ്രുവിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കുമായിരുന്നു. ചന്ദ്രുവിനെ രമണനിലെ ചന്ദ്രികയായും മാധവനെ ഇന്ദുലേഖയിലെ മാധവനായും പരസ്പരം സങ്കല്പിച്ചിരുന്ന കാലം. ആ കാലത്തിന്റെ തുടുപ്പുകൾ ഇപ്പോഴും അനുഭവപ്പെടുന്നത് പോലെ. അന്നത്തെ മാധവനും ചന്ദ്രയ്ക്കും ഇന്ന് ജരാനരകൾ ബാധിച്ചു എന്ന് ഓർമ്മ വേണം. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓർമ്മകൾ അയവിറക്കുന്നതിനും വേണം അതിൻ്റെതായ ഒരു പ്രൈവസിയൊക്കെ. എങ്ങോട്ടെങ്കിലും സ്വസ്ഥമായിട്ട് മാറിയിരിക്കാം. ചന്ദ്രു, അന്നും ഇന്നും പ്രായത്തെ തോൽപ്പിച്ചിട്ടുള്ളത് പ്രണയം മാത്രമേ ഉള്ളൂ.